ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 45. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 സൂക്തം 21. ഇതിൽ ദേവത ഇന്ദ്രനും അഗ്നിയുമാണ്. ഇന്ദ്രനും അഗ്നി എന്താണെന്ന് നമുക്കറിയാം. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയാണ്. നമുക്കറിയാലോ, എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ഒരു ശാസ്ത്ര പ്രവർത്തനം, ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ചോറ് വെക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് അരിൻ്റെ ഘടനയെല്ലാം മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പദമാകുന്നത്. അപ്പം അവിടെ ഒരു വെള്ളവും ചൂടും എല്ലാം കൂടുമ്പോൾ ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പം അവിടെ ഒരു സയൻസ് തത്വമുണ്ട്. ആ സയൻസ് തത്വത്തിൽ നിന്ന് ഒരു പ്രേരക ശക്തി ഉത്ഭവിക്കും. അതതിനെ പ്രേരിപ്പിച്ചിട്ടാണ് അതിലെ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട് പദമായിട്ടുള്ള അരിയായി മാറുന്നത്. ആ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. എന്ത് മാറ്റം വരുത്താണ്ടിരിക്കലും ഒരു ശക്തി വേണം, ഒരു ഊർജം വേണം. അതിനാണ് അഗ്നി എന്നും പറയുന്നത്. അപ്പോൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ അവിടെയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ദ്രൻ എന്നത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ സ്വന്തമായിട്ടൊന്നും ഇന്ദ്രൻ ചെയ്യില്ല. ഇനി നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം അഷ്ടകം 1, അധ്യായം 2, മണ്ഡലം 1, സൂക്തം 21. ഋഷി മേധാതിഥി കണ്വൻ, ദേവത ഇന്ദ്രനും അഗ്നിയും, ഛന്ദസ് ഗായത്രി. ഇഹേ ഇന്ദ്രാഗ്നി ഉപഹ്വയേ തയോരിതസ്തോമം ഉഷ്മസി താ സോമം സോമപാതമാ. ഞാൻ ഇന്ദ്രനെയും അഗ്നിയെയും സ്തുതിച്ചുകൊണ്ട് ഈ യജ്ഞസ്ഥാനത്തേക്ക് ആഹ്വാനം ചെയ്യുന്നു. സോമപാനത്തിന് അവരെ രണ്ടുപേരോടും നിവേദനം നടത്തുന്നു. ഇവിടെ ഇന്ദ്രനെയും അഗ്നിയെയും നമ്മുടെ യജ്ഞശാലയിലേക്ക്, നമ്മൾ എവിടെയാണോ കർമ്മം ചെയ്യുന്നത് അവിടെ ഇന്ദ്രനെയും അഗ്നിയെയും ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് ക്ഷണിക്കുന്നത്? അവരെ സ്തുതിച്ചുകൊണ്ട്. ഇത് രണ്ടുപേരെയും വരാൻ വേണ്ടി പറയുകയാണ്. എന്തിനാണ് എന്താ സ്തുതിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഉള്ള കാര്യം പറയുക. ഒരു വെള്ളപ്പൂവുണ്ടെങ്കിൽ നമ്മൾ പറയും ആ സുന്ദരമായ വെള്ളപ്പൂവേ. അതുകൊണ്ട് ആ പൂവിൻ്റെ വെള്ള നിറത്തെയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഒരു വെള്ളപ്പൂവ് എടുത്തിട്ട് ആ എന്ത് സുന്ദരമായ ചോളപ്പൂവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂവിനെ അപമാനിക്കുകയാണ്. അപ്പം അതിൻ്റെ കഴിവുകൾ പറയണം. എന്ത് മണമുള്ള പൂവെന്ന് പറഞ്ഞാൽ അതിന് മണമുണ്ട്. അതുപോലെ തന്നെ അഗ്നിയോട് പറയുകയാണ്. ഇപ്പം ചോറ് വെക്കാനാണെങ്കിൽ അരി ഇട്ടിട്ട് വെള്ളത്തിൽ അരി ഇട്ടിട്ട് തീ കൊടുത്തു കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. ആ ശക്തിയാണ് ഇന്ദ്രൻ. ഇന്ദ്രനോട് പറയുകയാണ്, ഇന്ദ്ര എനിക്ക് ഇങ്ങനെയെല്ലാം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചോറാക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുകയാണ്. അതായത് അത്തരത്തിൽ വേണം, സ്തുതിച്ചുകൊണ്ട് വേണം, ആ ശാസ്ത്ര തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഇന്ദ്രനെ വിളിക്കാൻ. അഗ്നിയോട് എന്താ പറയുന്നത്? വെള്ളവും അരിയും തന്നു കഴിഞ്ഞാൽ നിനക്കതിനെ പദമാക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ തത്വം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അതിനെ സമീപിക്കാൻ. എങ്കിലേ അത് ചെയ്യുകയുള്ളൂ, അല്ലാതെ ചെയ്യുകയില്ല. അതാണ് സ്തുതി കൊണ്ട് ചെയ്യുന്നത്. സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, അതിലുള്ള സയൻസ് തത്വം, ഇല്ലേ ആധുനിക സയൻസ്, അതിലൂടെ തന്നെ ഇല്ലേ പാരാക്രമങ്ങൾ, അതിലൂടെ തന്നെ നമ്മളെല്ലാം ചെയ്യണം. ഇനി രണ്ടാമത്തത് ഋഗ്വേദം മണ്ഡലം 1, സൂക്തം 21-2. താ യജ്ഞേഷു പ്രശംസതേന്ദ്രാഗ്നി ശംഭുദാ നരഃ താ ഗായത്രേഷു ഗായതാം. മനുഷ്യർ ഇന്ദ്രനെയും അഗ്നിയെയും സ്തുതിക്കുകയും അലങ്കരിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മളോട് പറയുകയാണ്, ഈ ഇന്ദ്രനെയും അഗ്നിയെയും നമ്മൾ സ്തുതിക്കുക. അതാണ് ഇന്ദ്രൻ്റെയും അഗ്നിയുടെയും കഴിവെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പ്രയോഗിക്കണം അവരുടെ നേരെ. ഇന്ദ്രൻ എന്തെല്ലാം കഴിവുണ്ട്, അഗ്നിക്ക് എന്തെല്ലാം കഴിവുണ്ട്.
അപ്പം നമ്മളെന്താ ചെയ്യുന്നത്, ഒരു ഇരുമ്പിനെ അടിച്ചാൽ പെട്ടെന്ന് പരന്ന് കിട്ടില്ല, പക്ഷെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പരക്കുന്നത് നമുക്കറിയാം. അപ്പം നമ്മൾ ഈ അഗ്നിയെ സ്തുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിയോട് പറയുകയാണ്, നിനക്ക് ഇതിനെ പദം വരുത്താനുള്ള കഴിവുണ്ട്, അതിലൂടെ എനിക്ക് അടിച്ചു പരത്താൻ പറ്റും. അപ്പം ഇന്ദ്രനോട് പറയുകയാണ്, ഇങ്ങനത്തെ അവസരത്തിൽ ഞാൻ തന്നു കഴിഞ്ഞാൽ നിനക്ക് അതിനുള്ള എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്, ഏകോപിപ്പിച്ചിട്ട് പരന്ന സ്ട്രക്ചറാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പോൾ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണഗണങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് സമീപിക്കുക എന്നാണ്. എന്നിട്ട് എന്ത് വേണം, അവരെ അലങ്കരിക്കുവിൻ. അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ നമ്മൾ കൊടുക്കണം. ഇപ്പം അഗ്നി നമ്മൾ കൊടുക്കുമ്പോൾ സാധാരണ അടുപ്പിൽ കത്തിച്ചു കഴിഞ്ഞാൽ വിറക് കത്തുമ്പോഴുള്ള തീ ഒരു പുകയെല്ലാം കൂടിയിട്ടുള്ളതാണ്. നല്ലോണം കുറച്ച് കാറ്റ് നല്ലോണം കൊടുത്തു കഴിഞ്ഞാൽ ആ പുക കുറച്ച് കുറഞ്ഞു കിട്ടും. ഉണങ്ങിയ കമ്പായാണെങ്കിൽ പുക കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിട്ടും. അപ്പോൾ അതാണ്, അതിനെ അലങ്കരിക്കണം. അത്രയും നല്ല സയൻസിലൂടെ ഇന്ദ്രനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇന്ദ്ര പെട്ടെന്ന് അത് ശരിയാക്കി തരും. ഇപ്പോൾ ഒരു പ്രഷർ കുക്കറിൽ അരി ഇട്ടിട്ട് നമ്മൾ ഇന്ദ്രനോട് കുക്ക് ചെയ്ത് താന്ന് പറഞ്ഞാൽ ഇന്ദ്രന് വളരെ എളുപ്പമാണ് അതിനെ ആ പ്രഷറിലും ആ ടെമ്പറേച്ചറിലും അതിനെ പെട്ടെന്ന് പദപ്പെടുത്താൻ പറ്റും. അപ്പോൾ അലങ്കരിച്ചു കൊടുക്കണം. അതായത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മോഡേൺ ടെക്നോളജിയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പാചകം ചെയ്യുകയാണെങ്കിൽ ഇന്ദ്രനും അഗ്നിയും പെട്ടെന്നത് സാധിപ്പിച്ചു തരും. ഇനി മൂന്നാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 21-3. താ മിത്രസ്യ പ്രശസ്തയാ ഇന്ദ്രാഗ്നി താഹ വാമഹേ സോമപാ സോമപീതയേ. മിത്രതയാൽ പ്രശംസിക്കപ്പെട്ട ഇന്ദ്രനെയും അഗ്നിയെയും ഞാൻ സോമപാനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ഇന്ദ്രനും അഗ്നിയും മിത്രങ്ങളാണ് എന്ന് പറയുകയാണ്. ഇന്ദ്രനും അഗ്നി ഉണ്ടെങ്കിൽ അവർ ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ദ്രൻ മാത്രം വിചാരിച്ചാൽ, സയൻസ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ മാറ്റാൻ പറ്റില്ല. ഉദാഹരണം സയൻസ് പറയും ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്നു, അതാണ് പറഞ്ഞിരിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഇന്ദ്രനെ വന്നിട്ട് അതിനെ യോജിപ്പിക്കാനൊന്നും തയ്യാറാവില്ല. എന്ത് കൊടുക്കണം, അതിനനുസരിച്ചിട്ടുള്ള വൈദ്യുതി കൊടുക്കണം, അല്ലെങ്കിൽ അതിനെ കത്തിക്കണം. അത്തരത്തിൽ അല്ലാതെ വെറുതെ ചൂടാക്കിയാൽ പോരാ. അപ്പം അതിനൊരു വഴിയുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലേ ഇന്ദ്രന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പ്രധാനമായി വരുന്ന ഒന്ന് അഗ്നി തന്നെയാണ്, ഊർജ്ജമാണ്. ഊർജ്ജമുണ്ടെങ്കിലേ ഇന്ദ്രന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചോറും വെള്ളം എല്ലാം കൊടുത്തിട്ട് ഇന്ദ്ര ഒന്ന് ചോറായിക്കളാന്ന് പറഞ്ഞ് അരിയും വെള്ളവും കൊടുത്തിട്ട് ചോറായിക്കളാന്ന് ചൊറാക്കി താഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യില്ല. അതിന് ഊർജ്ജവും അഗ്നിയും കൂടിയും കൂടെ വേണം. അതുകൊണ്ട് ഇതെപ്പോഴും അഗ്നിയും ഇന്ദ്രനും എപ്പോഴും പാരലായിട്ടാണ് പോകുന്നത്. സയൻസും ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ പ്രേരക ശക്തി, അത് ഇതിൽ നിന്നാണ് വരുന്നത്, ആ സയൻസ് തത്വത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സയൻസും അഗ്നിയും ഒന്നിച്ചേ പോവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ കർമ്മം ചെയ്യണമെങ്കിൽ അഗ്നി ഇല്ലാതെ ഒരു പരിപാടി നടത്തില്ല. അതുകൊണ്ട് രണ്ടുപേരോടും കൂടിയിട്ട് മിത്രഭാവത്തിൽ വരാൻ പറയുകയാണ്. അതായത് രണ്ടും വിചാരിച്ചാലേ നടക്കുള്ളൂ. ഈ രണ്ട് ഘടകങ്ങളും പ്രധാനമാണ്. ഇനി നാലാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 21-4. ഉഗ്രാസന്താഹ വാമഹ ഉപേദം സവനം സുതം ഇന്ദ്രാഗ്നി ഏഹ ഗച്ഛതാം. ഞാൻ ഉഗ്രദേവനായ ഇന്ദ്രനെയും അഗ്നിയെയും സോമപാന യാഗത്തിലേക്ക് എഴുന്നള്ളുവാൻ ആഹ്വാനം ചെയ്യുന്നു. ഇവിടെ ഉഗ്രദേവന്മാരായ ഇന്ദ്രനെയും അഗ്നിയേയും, അവർ ഉഗ്രന്മാരാണ്. അവർ എന്ത് വിചാരിച്ചാലും സാധിപ്പിച്ചു തരും. എത്ര വലിയ ഹാർഡായ സബ്സ്റ്റൻസിനെയും അല്ലെങ്കിൽ ഇരുമ്പിനെയെല്ലാം വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നല്ല വെള്ളമാരിയാക്കി എടുക്കാം. അവർ അത്രയും ഉഗ്രന്മാരാണ്. ആര്? ഈ അഗ്നിയും ഇന്ദ്രനും. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ സയൻസ് അനുസരിച്ച് അഗ്നിയെ ഇരുമ്പിനെ വെള്ള രൂപത്തിലാക്കണ്ടെങ്കിൽ എത്രയോ ടെമ്പറേച്ചർ ഉണ്ടെന്ന് സയൻസിൽ നോക്കണം. അപ്പം പറയും ഇത്ര ഡിഗ്രി വരെ ചൂടാക്കിയാൽ ആ ഇരുമ്പ് എന്തായി മാറും, വെള്ളമായി മാറും. അപ്പോൾ അത്രയും അഗ്നി കൊടുത്താൽ ഇന്ദ്രൻ വന്നിട്ട് അതിനെ വെള്ളമാക്കും.
എല്ലാതെ ഇന്ദ്രനോട് കയറിയിട്ട് കുറച്ച് ചൂടും കൊടുത്തിട്ട് നീ ഒന്ന് ആക്കി തരാമെന്ന് ഇന്ദ്രൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത്രയും ചൂടാകുമ്പോഴാണ് ഇന്ദ്രൻ അവിടെ വന്നിട്ട് അതിലെ ആറ്റങ്ങളെയെല്ലാം പൊട്ടിച്ചിട്ട് തന്മാത്രകളെല്ലാം വേർപെടുത്തിയിട്ട് ദ്രവരൂപത്തിലാക്കുന്നത്. അപ്പോൾ അവർ ഉഗ്രന്മാരാണ്. അപ്പോൾ അഗ്നി ഉഗ്രനാണ്. ആ ടെമ്പറേച്ചർ എത്തുമ്പോൾ ഇന്ദ്രനും നല്ല ശക്തി വരും. ഇന്ദ്രൻ പോയി അതിൻ്റെ വജ്രായുധം കൊണ്ട് തന്മാത്രകൾ തമ്മിലുള്ള ബോണ്ടുകളെയെല്ലാം പൊട്ടിച്ചിട്ട് ഇരുമ്പിനെ എന്താക്കി തരും? ദ്രവരൂപത്തിലാക്കി തരും. അപ്പം രണ്ട് ഉഗ്രന്മാരാണ്. അതുകൊണ്ട് രണ്ടുപേരോട് ഇങ്ങോട്ട് വരാൻ പറയുക. ഇനി അഞ്ചാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 21-5. താ മഹാന്ത സതസ്പതി ഇന്ദ്രാഗ്നി രക്ഷ ഉജ്ജതം അപ്രജാം സന്ത്വതൃണഃ. മഹാന്മാരും സദാ രക്ഷകരുമായ ഇന്ദ്രനും അഗ്നിയും ദുഷ്ടന്മാരെ വശത്താക്കുകയും മനുഷ്യ പക്ഷികളായ ദൈത്യന്മാരെ സന്താനരഹിതരും ആക്കുന്നു. അങ്ങനെ മഹാന്മാർ, ഇവർ വലിയ മഹാന്മാരാണ്, സദാ രക്ഷകരുമാണ്, നമ്മളെ രക്ഷിക്കുന്ന കക്ഷികളാണ്. ഓട് ഇവിടെ വരാൻ പറയാണ് ഇന്ദ്രനോട് അഗ്നിയോട്. എന്തിന്? എന്നിട്ട് എന്ത് വേണം? രണ്ടുപേരും കൂടിയിട്ട് എന്ത് വേണം? ദുഷ്ടന്മാരെ വശത്താക്കുക. ആരാണ് ഈ ദുഷ്ടന്മാർ? നമുക്കിപ്പോൾ ഇരുമ്പിനെ ഉരുക്കണ്ടിക്കൽ ഇരുമ്പിന് ഒരു ടെൻഡൻസി ഉണ്ട്. ഏതൊരു ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം അല്ലെങ്കിൽ സത്വഗുണപ്രകാരം ഒരു വസ്തുവിനെ അതേപോലെ തുടരാനാണ് താല്പര്യം. ഇരുമ്പിനെ ഇരുമ്പിൻ്റെ അവസ്ഥയിൽ നിൽക്കാനാണ് താല്പര്യം. അരിക്ക് അരിൻ്റെ മാതിരി ഹാർഡായി നിൽക്കാനാണ് താല്പര്യം. അതിനെ ഒന്ന് മാറ്റേണ്ടെങ്കിൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ പറയുന്നു, അല്ലെങ്കിൽ രജോ ഗുണം പറയുന്നു, നമ്മളൊരു ബലം പ്രയോഗിക്കണം. ബലം പ്രയോഗിച്ചാൽ മാത്രമേ ഇരുമ്പിനെ ബലം പ്രയോഗിക്കാനും ഊർജ്ജമെല്ലാം കൊടുത്തിട്ട് അപ്പോഴേ അത് ഉരുകുള്ളൂ. ആ ബലം കൊടുക്കുമ്പോൾ എന്തുണ്ട്? ന്യൂട്ടന്റെ തേർഡ് പ്രകാരം ദർ ഈസ് എ റിയാക്ഷൻ. തമോ ഗുണം അതിനെ എതിർക്കുന്ന, വേണ്ട മാറിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ കട്ടിയായിട്ട് നിന്നാൽ മതി എന്ന് പറയുന്ന ഒരു ബലവും അവിടെയുണ്ട്. അപ്പോൾ അതിനെയാണ് ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കുന്നതിന് ദേവന്മാർ എന്ന് പറയുമ്പോൾ എതിർക്കുന്ന ആ റിയാക്ഷനെയാണ് എന്തു പറയുന്നത്? ദുഷ്ടന്മാർ, അസുരന്മാർ എന്നെല്ലാം പറയുന്നത്. അസുരന്മാർ ആ പ്രവൃത്തിയെ തടുക്കാൻ ശ്രമിക്കും. അപ്പം അഗ്നിയുടെ സഹായത്താൽ നമ്മളതെന്തിനെ ചെയ്യും? ആ എതിർപ്പിനെ മറികടന്നിട്ടാണ് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് അരിയെ പദമാക്കുന്നതും ഇരുമ്പിനെ ദ്രവരൂപത്തിൽ ആക്കുന്നതും. അപ്പോൾ ഇന്ദ്രനെയും അഗ്നിയെയും ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്നും ഉടലെടുക്കുന്ന എതിർശക്തിയെ, റിയാക്ഷനെ, അല്ലെങ്കിൽ തമോ ഗുണത്തെ മറികടന്നിട്ട് അവരെ വശത്താക്കിയിട്ട് നമുക്ക് വേണ്ട മാറ്റം വരുത്തി തരുവാൻ വേണ്ടിയാണ്. എന്നിട്ട് അവർ നശിച്ചു പോകട്ടെ എന്ന് പറയണം. അവരെ ശക്തിയെല്ലാം നശിച്ചു പോകട്ടെ. എതിര് ശക്തി എത്രമാത്രം, എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ എത്ര ബലം പ്രയോഗിക്കുമ്പോൾ അത്രയും അത് തിരിച്ചും പ്രയോഗിക്കുന്നുണ്ട്. അപ്പം അതിനെ മറികടക്കണ്ടിക്കില്ല. അതിൻ്റെ അഗ്നിയുടെ സഹായത്താൽ മാത്രമേ ഇന്ദ്രന് അതിനെ മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പം അതിൻ്റെ മക്കളെയെല്ലാം കൊല്ലണമെന്ന് പറയുകയാണ്. അത് വീണ്ടും വീണ്ടും അത് പ്രതിരോധം ഉണ്ടാക്കും. അപ്പം അതിനെല്ലാം നശിപ്പിച്ചിട്ട് ഈ നമുക്ക് അതായത് എല്ലാ തടസ്സങ്ങളെയും തട്ടി മാറ്റിയാലേ വെന്ത് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ചിലപ്പോൾ അരി വെന്തില്ല എന്ന് പറയുന്നത് എന്താണ്? അതും മസിൽ പിടിച്ച് നിൽക്കുകയാണ്, എതിർക്കുകയാണ്. ചില അരിയെല്ലാം കൂടുതൽ മസിൽ പിടിക്കും, അപ്പോഴത് സോഫ്റ്റ് ആവില്ല. അപ്പം നല്ല ചൂട് കൊടുക്കേണ്ടി വരും. ഇനി ആറാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 21-6. തേന സത്വേന ജാഗൃതമധി പ്രചേതുനോപദേ ഇന്ദ്രാഗ്നി ശർമ്മ യച്ഛതാം. സത്യവും ചൈതന്യവും നിറഞ്ഞ യജ്ഞത്തിനു വേണ്ടി ഇന്ദ്രനും അഗ്നിയും ഉണർന്നിരുന്ന് ഞങ്ങൾക്ക് ആശ്രയം നൽകുന്നു. ഇന്ദ്രനോട് അഗ്നിയോട് പറയുകയാണ് സത്യവും, ആ സത്യം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതായത് വെള്ളം തിളക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തിളക്കേണ്ട അവസ്ഥ എത്തണ്ടെങ്കിൽ
ഒരു സത്യമുണ്ട്, 100 ഡിഗ്രിയിൽ തിളക്കം എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രിയിൽ തിളക്കത്തുള്ളൂ. അല്ലാതെ ഇന്ദ്രനോട് കയറിയിട്ട് ഇന്ദ്രന് കുറച്ച് പൂജയെല്ലാം നടത്തിയിട്ട് ഈ വെള്ളവും കൊടുത്തിട്ട് ഇന്ദ്ര ഇതൊന്ന് അതിൻ്റെ അടുത്ത് അധികം ചൂടൊന്നും കൊടുക്കാനില്ല, വേണ്ടിക്കുന്ന എനിക്കൊരു പൂജ ഞാൻ ചെയ്തു തരാമെന്നെല്ലാം പറഞ്ഞിട്ട് ഇന്ദ്രനൊരു പൂജ നടത്തിയിട്ട് വെള്ളത്തിൽ കുറച്ച് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം തിളക്കില്ല. വെള്ളം തിളക്കണ്ടിക്ക് 100 പറ്റും. അതുകൊണ്ടെന്താണ്, സത്യമുള്ള കക്ഷികളാണ് ഇവർ. ഇന്ദ്രനും അഗ്നിയും 100 ഡിഗ്രി എത്തുമ്പോൾ അത് തളർന്നിരിക്കും. അത് സയൻസാണ്. അല്ലാതെ മുന്നിൽ തിളക്കില്ല. അതിന് വേറെ സാഹചര്യങ്ങൾ മാറ്റണം. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ. ചൈതന്യമുള്ളവരാണ് അവർ, നല്ല ചൈതന്യമുള്ളവരാണ്, കഴിവുള്ളവരാണ്. ആ സയൻസ് തത്വം അനുസരിച്ച് അവർ പ്രവർത്തിച്ചിരിക്കും. നിറഞ്ഞ ഈ യജ്ഞത്തിന് വേണ്ടി, അങ്ങനെയുള്ള ഏത് യജ്ഞത്തിലും ഉണർന്നിരുന്ന് പ്രവർത്തിക്കും. നമുക്ക് വേണ്ടി അവർക്ക് ക്ഷീണമൊന്നുമില്ല. നമുക്ക് ചായ കണ്ടിക്കൽ രാത്രിയോ 12 മണിക്കോ അർദ്ധരാത്രിക്കോ ഏത് സമയം, പകലോ നട്ടുച്ചക്കോ എപ്പം വിളിച്ചാലും അഗ്നി ഇന്ദ്രന് റെഡിയാണ് നമ്മളെ സേവിക്കാൻ. ഉണർന്നിരിക്കും. ആ പണി തീരുന്നവരെ അത് ആക്റ്റീവായി നിൽക്കും. ഒരു തീയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കത്തിക്കാൻ വേണ്ടിയിട്ട് ചവറിലിട്ട് തീ കെടുത്തിയാൽ നമ്മൾ പോയി ഉറങ്ങുമ്പോൾ അത് അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഉണർന്നിരുന്ന് ഞങ്ങൾക്ക് ആശ്രയം നൽകൂ. നമുക്ക് ആശ്രയം നൽകുന്നുണ്ട്. വീടിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഭൂമിയിലെ ചൂട് നിലനിർത്തി തരുന്നുണ്ട്. നമ്മളെ ശരീരത്തിന് ചൂട് നിലനിർത്തി തരുന്നുണ്ട്. ഉണർന്നിരുന്നിട്ട് രാത്രിയും പകലും ശരീരത്തിൻ്റെ ചൂട് നിലനിർത്തി തരികയല്ലേ. ആര് ആ ചൂട് വരണ്ടിക്കില്ല. അവിടെ ചില രാസപ്രവർത്തനങ്ങൾ, ഭക്ഷണത്തിന് രാസപ്രവർത്തനങ്ങൾ നടക്കണം. അവിടെ ആര് വരുന്നുണ്ട്? ഇന്ദ്രനും ഏകോപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ 2 പേരും രാവിലെയും രാത്രിയും പകലും ഒന്നും ഇല്ലാതെ നമ്മളെ സേവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്.